ഹായ് കൂട്ടുകാരെ, ക്യൂബൻ വെക്കേഷൻ്റെ പാർട്ട് 3യുമായി ഞാൻ വന്നു. ഞങ്ങളങ്ങനെ റിസോർട്ടിലെത്തി. റിസോർട്ടിൽ സൺവിങ്ങിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടായിരുന്നു. കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. റിസോർട്ടിനെക്കുറിച്ചും മീൽ ടൈമിങ്ങിനെക്കുറിച്ചും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അങ്ങനെയെല്ലാം. റിസോർട്ടിൽ നിന്ന് ഡെയിലി ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ ആക്ടിവിറ്റീസിനും ഓരോ ചാർജസ് ആണ്. ഞങ്ങൾ അധികം ആക്ടിവിറ്റീസുകളൊന്നും ചെയ്തില്ല. ഞങ്ങൾ ശരിക്കും റിസോർട്ട് സ്റ്റേ എൻജോയ് ചെയ്യുമായിരുന്നു. പക്ഷേ റിസോർട്ട് വഴി ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസിന് പോകുന്നത് ശരിക്കും സേഫ് തന്നെയാണ്. നമ്മളെ കൊണ്ടുപോകുമ്പോൾ പല റിസോർട്ടിൽ നിന്നുള്ള വ്യക്തികളെ ഒന്നിച്ചാണ് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ ഒരു ദിവസം ബീച്ചിലേക്ക് പോയിരുന്നു. ശരിക്കും നല്ലൊരു ട്രിപ്പായിരുന്നു. അതിൽ പോകുന്ന വഴിക്ക് ഡോൾഫിൻ ഷോ ഉണ്ടായിരുന്നു. കടലിൽ ഇറങ്ങി നിന്ന് നമുക്ക് ഡോൾഫിൻ ഷോ കാണുകയും ഡോൾഫിൻ്റെ കൂടെ സ്വിം ചെയ്യുകയും ഒക്കെ ചെയ്യാൻ പറ്റും. ഡോൾഫിൻ ഷോ കഴിയുമ്പോൾ ആവശ്യമുള്ളവർക്ക് ഡോൾഫിൻ്റെ കൂടെ നിന്ന് പ്രൊഫഷണൽ പിക്ചറുകൾ എടുക്കാവുന്നതാണ്. അങ്ങനെ എടുക്കുന്ന പിക്ചറുകൾ അതേ ദിവസം തന്നെ വൈകിട്ട് അതാത് റിസോർട്ടുകൾ അവർ എത്തിക്കുന്നതാണ്. ഞങ്ങൾ അങ്ങനെ 1-2 ആക്ടിവിറ്റീസുകൾ ചെയ്തു. പക്ഷേ കൂടുതലും റിസോർട്ട് സ്റ്റേ, ബീച്ച് ഫുഡാണ് ഞങ്ങൾ എൻജോയ് ചെയ്തത്. അതേപോലെ ഡെയിലി റിസോർട്ടിൽ ആഫ്റ്റർ സപ്പറിന് ശേഷം ഓരോ പരിപാടികൾ ഉണ്ടായിരുന്നു. ലൈക്ക് ഡാൻസ്, ഡ്രാമ, പാട്ട്. അങ്ങനെ ഞങ്ങൾ 7 ദിവസവും ശരിക്കും നന്നായി എൻജോയ് ചെയ്തു. 7 ദിവസം പോയത് അറിഞ്ഞതേയില്ല. കുട്ടികൾ ഒത്തിരി ഹാപ്പി ആയിരുന്നു. അവർ എപ്പോഴും എന്നോട് താങ്ക്സ് പറയുകയും അവർ അതിൻ്റെ ഓരോ ദിവസവും നന്നായിട്ട് എൻജോയ് ചെയ്തു. നിങ്ങളും ഇതേപോലെ എൻജോയ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, ബൈ.